ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റൊന്ന് കുളിച്ച് ഫ്രഷായി വന്നു. ഇവിടെ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എണീറ്റെന്നല്ല. അങ്ങനെ ഞാൻ കുളിച്ചെല്ലാം ഫ്രഷായി വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ എന്ന് ചെയ്തു. കാരണം നമ്മുടെ സ്കിൻ ഇവിടെ വന്നിട്ട് എപ്പോഴും ഭയങ്കര ഡ്രൈ ആയി പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്കിന്നും ഹെയറും ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ട് എല്ലാ പ്രിക്കോഷൻ എടുത്തിട്ടാണ് നമ്മൾ വരാനായിട്ട്. അങ്ങനെ ഞാൻ സ്കിൻ കെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഒരാളെ പിടിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അമ്മ നാട്ടിൽ നിന്ന് പറഞ്ഞത് എൻ്റെ അടുത്തൊരു കാപ്പിപ്പൊടി കൊണ്ടുവരേണ്ടത്. പക്ഷെ ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കാപ്പി കുടിക്കത്തില്ലെന്ന്. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ കാപ്പിയെ കുടിക്കാറുള്ളൂ ഇപ്പോൾ. അങ്ങനെ ഞാനൊരു കാപ്പിക്കായിട്ട് സ്റ്റൗവിലേക്ക് പാത്രമെല്ലാം വെച്ച് പാലൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് കാപ്പിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ 2 മുട്ട പുഴുങ്ങാണ്ട് വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കി. അത് കഴിഞ്ഞിട്ട് സമയം പെട്ടെന്ന് പോയി ലഞ്ചിനുള്ള സമയമായി. ഞാൻ പിന്നെ ചോറിലും ചിക്കനിലും എൻ്റെ ലഞ്ചും ഒതുക്കി. അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും സമയം കൂടെ നടക്കാൻ ഇറങ്ങി. കാരണം അത്യാവശ്യം നല്ല വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടക്കാനുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ പകുതി നടന്ന് വന്നപ്പോഴാണ് ആൻറ്റി വിളിക്കുന്നത്. അവർക്ക് ഷോപ്പിംഗ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അവർ ഞങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോയി. ഇവിടെ ഒട്ടുമിക്ക ഇന്ത്യൻ സാധനങ്ങളും കിട്ടുമായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അങ്ങൾക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സമയമായപ്പോൾ ഞങ്ങൾക്ക് വിശക്കാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പെപ്പീസിലേക്ക് വിട്ട് ഒരു എക്സ്ട്രീം സ്പൈസി ചിക്കൻ കഴിച്ചു. എക്സ്ട്രീം സ്പൈസി ചിക്കൻ എന്ന് പറഞ്ഞാൽ സ്പൈസിനെസ് എക്സ്ട്രീമോട് എക്സ്ട്രീം. കാരണം ഞങ്ങളിത് കഴിക്കാൻ തുടങ്ങിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണിക്കൂടെ മുക്കിക്കൂടെ എല്ലായിടത്തും വെള്ളം ഒഴുകുമായിരുന്നു. അത്രയ്ക്ക് സ്പൈസ് ടോളറൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിരുന്നത്. പക്ഷേ അതിന് സോസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ സോസിന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ എരിവും കൂടുതൽ. പക്ഷേ അവസാനം ഞങ്ങളത് തീർത്തു കഴിച്ചു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ. അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ടാറ്റാ.